ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് ഫുൾ മൂൺ റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫെബ്രുവരി 24 പൗർണമി വരുന്നത്. ഇന്നത്തെ റീഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പയൽ സെലക്ഷൻ നടത്താം. താങ്ക് യു. ഞാൻ 3 കാർഡ്സ് വീതം എടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് നോക്കാം. ഇവിടെ വന്നിട്ട് എ ടൈം ഫോർ ഹീലിംഗ്. ഇവിടെ വന്നിട്ട് മെഡിറ്റേറ്റ് ആൻഡ് കണ്ടംപ്ലേറ്റ്. ദ ആൻസേഴ്സ് യു നീഡ് ആർ കമ്മിങ്. ഫുൾ മൂൺ ഇൻ ജെമിനി. ഓക്കെ, ഇത് വന്നിട്ട് ഫസ്റ്റ് പൈൽ, സെക്കൻഡ് പൈൽ ആൻഡ് തേർഡ് പൈൽ. ഫസ്റ്റ് വന്നിട്ട് ദ ആൻസേഴ്സ് യു നീഡ് ആർ കമ്മിങ്, സെക്കൻഡ് മെഡിറ്റേറ്റ് ആൻഡ് കണ്ടംപ്ലേറ്റ്, തേർഡ് വന്നിട്ട് എ ടൈം ഫോർ ഹീലിംഗ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഓപ്ഷൻസ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു പൈൽ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് ഫുൾ മൂൺ ഇൻ ജെമിനി ആണ്. ദ ആൻസേഴ്സ് യു നീഡ് ആർ കമ്മിങ്. ഓക്കെ, ഈ കാർഡ്സ് നമുക്ക് ലാസ്റ്റ് എടുക്കാം. ഓക്കെ, നമുക്ക് ബാക്കി കാർഡ്സും കൂടെ എടുത്തിട്ട് മെസ്സേജ് എന്താ നോക്കാം. നമുക്ക് നോക്കാം പൈൽ നമ്പർ 1. താങ്ക് യു. Thank you. Energy is gaining momentum. Nothing is yet set in stone. Your hard work is paying off. Okay. ഇവിടെ വന്നിട്ട് ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ കുറച്ചും കൂടെ നിങ്ങളുടെ ഹാർഡ് വർക്കിൽ നിങ്ങൾക്ക് എന്ത് എഫേർട്ട് ഇടാനായിട്ട് സാധിക്കും, നിങ്ങളുടെ സൈഡിൽ നിന്നിട്ട് പ്രാക്ടിക്കലായിട്ട് എന്ത് സ്റ്റെപ്സ് എടുക്കാനായിട്ട് സാധിക്കും, അതിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു ഏരിയയിൽ കുറച്ചും കൂടെ ഫോക്കസ് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ഈ ഒരു സമയത്ത് സാധിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾക്ക് തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അത് എന്തുകൊണ്ടിട്ടാണ്? അവിടെയും കുറച്ചുകൂടെ ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള എഫേർട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് മടിക്കാതിരിക്കുക. എനിക്കതിൽ നിന്ന് എന്ത് കിട്ടും, എന്ത് ലഭിക്കും, അതിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട്, അതിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കാതിരിക്കുക. കുറച്ചും കൂടെ സറണ്ടറിൻ്റെ എനർജി, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്തിട്ട് നിങ്ങളിൽ കുറച്ചും കൂടെ വിശ്വാസം കൊണ്ടുവന്നിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കാരണം നത്തിങ് ഈസ് സെറ്റ് ഇൻ സ്റ്റോൺ വന്നിട്ട് ഇവിടെ പറയുന്നത് എൻ്റെ ലൈഫിലൊന്നും സംഭവിക്കുന്നില്ല, എനിക്ക് ആഗ്രഹിക്കുന്നതൊന്നും ലഭിക്കുന്നില്ല, എല്ലാം നെഗറ്റീവായിട്ടാണ് സംഭവിക്കുന്നത്. ആ ഒരു ഹാബിറ്റ്, ആ ഒരു എനർജി നിങ്ങളിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകാം. ഇത് അഗെയിൻ വന്നിട്ട് പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കാം, ലഭിക്കാതെ പോയ കാര്യങ്ങളായിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ വർക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. അവിടെ ഒരു വ്യക്തത കിട്ടുന്നില്ല, ആൻസർ കിട്ടുന്നില്ല, കമ്മ്യൂണിക്കേഷൻ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് നിങ്ങൾ അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് ലഭിക്കുന്നില്ല. അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളിൽ കുറച്ചും കൂടെ കോൺഫിഡൻസ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ കൊടുത്ത ഹാർഡ് വർക്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ വന്നിട്ട് കുറേ കൂടെ പോസിറ്റീവ് തിങ്കിങ്ങിൽ ഫോക്കസ് ചെയ്യുക. ഓവറായിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നിങ്ങൾ തട്ടി മാറ്റാതിരിക്കുക. കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടിരിക്കുക. ഓക്കെ, ഇവിടെ വന്നിട്ട് കുറച്ച് പേർക്ക് ഹീലിംഗ് ആയിരിക്കാം. എന്തെങ്കിലുമൊക്കെ മെൻറ്റ് ചെയ്യാനായിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ഹീൽ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ആ ഒരു എനർജിയിൽ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഒരിക്കലും നിങ്ങളുടെ ഹാർഡ് വർക്കിനെ, നിങ്ങളുടെ പൊട്ടൻഷ്യലിനെ നിങ്ങൾ കുറച്ച് കാണാതിരിക്കുക.
നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. താങ്ക് യു. താങ്ക് യു. കുറച്ച് പേര് ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട്, ഒരു ട്രാവലിന് വേണ്ടിയിട്ട് റെഡി ആകുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ, പോകണോ വേണ്ടയോ അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്നുണ്ടെങ്കിലും അവിടെയും കുറച്ചും കൂടെ ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു സ്ഥലത്തെക്കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കുക, പേപ്പർ വർക്കൊക്കെ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രൊട്ടക്റ്റഡ് ബൈ ഏഞ്ചൽസ്. ഇവിടെ ആർക്കേഞ്ചൽ മൈക്കിളാണ് വന്നേക്കുന്നത്. യു ആർ ചെറിഷ്ഡ് ബൈ ദ ഏഞ്ചൽസ്. ഇവിടെ വന്നിട്ട് നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ, ഒരു സംരക്ഷണം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലഭിക്കുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ട്, എന്തെങ്കിലും ഒരു ജേണിക്ക് വേണ്ടിയിട്ട് റെഡിയാകുന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ, ഒരു സംരക്ഷണം ഈ ഒരു സമയത്ത് ലഭിക്കുന്നതാണ്. യു ആർ ചെറിഷ്ഡ് ബൈ ദ ഏഞ്ചൽസ്. നിങ്ങളെ എഗെയിൻ കുറച്ച് കാണാതിരിക്കുക. നിങ്ങളുടെ ഏഞ്ചൽസ്, നിങ്ങളുടെ സ്പിരിച്വൽ ടീം നിങ്ങളെ ഒത്തിരി ചെറിഷ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് വേണ്ട ആൻസേഴ്സ് ചിലപ്പോൾ ലഭിക്കുന്നുണ്ടാകില്ല. അപ്പോൾ ഈശ്വരനെ, യൂണിവേഴ്സിനെ ഒക്കെ എല്ലാം നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ടാകാം. പക്ഷേ ഇവിടെ നിങ്ങളോട് നിങ്ങളുടെ ഏഞ്ചൽസ് പറയുകയാണ്, നിങ്ങൾക്ക് സംരക്ഷണം എന്നുള്ള രീതിയിലായിരിക്കാം ചില കാര്യങ്ങൾ അറ്റ് പ്രസൻറ്റ് നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരാത്തത്, ഹിഡൻ ആയിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. അത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്രോസിംഗ് ബ്രിഡ്ജസ്. ഇറ്റ്സ് ടൈം ഫോർ ഹീലിംഗ്, കണക്റ്റിംഗ്, മെൻഡിങ് ആൻഡ് റിലീസിങ്. ഈ ഒരു സമയത്ത് വന്നിട്ട് നിങ്ങളെ മുന്നോട്ട് പോകാനായിട്ട് തടയുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ എനർജിയിൽ ഒരു ബ്ലോക്കേജ് കൊണ്ടുവരുന്ന, നിങ്ങളുടെ ജേർണിയിൽ, നിങ്ങളുടെ യാത്രയിൽ തടസ്സമായിട്ട് നിൽക്കുന്ന പല കാര്യങ്ങളും അത് ലെറ്റ് ഗോ ചെയ്ത്, അത് ഹീൽ ചെയ്ത് ആ ഒരു എനർജി റിലീസ് ചെയ്യേണ്ട ടൈമാണ് അറ്റ് പ്രസൻറ്റ്. അതിൽ നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫൈൻഡിങ് സാങ്ച്വറി, ഓപ്പണിംഗ് ടു യുവർ സ്പിരിച്വൽ സോഴ്സ്. ഇവിടെ വന്നിട്ട് കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് തിങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ സ്പിരിച്വൽ സോഴ്സായിട്ട്, അതായത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനായിട്ട്, നിങ്ങളുടെ ഹയർ സെൽഫായിട്ട്, നിങ്ങളുടെ സ്പിരിച്വൽ ടീമായിട്ട് കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡോടുകൂടി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരം, ഒരു ആൻസർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ സ്പിരിച്വൽ ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ലൈഫിനെ കാണാനായിട്ടാണ് ഈ ഒരു സമയത്ത് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യണം എന്നുണ്ടാകാം, പക്ഷേ അത് സാധിക്കുമോ, ഒരു കൺഫ്യൂഷൻ, ഒരു നിങ്ങളെ തന്നെ ഡൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് പറയുന്നത് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ എടുത്തു വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ യൂണിവേഴ്സൽ സപ്പോർട്ട് ഉണ്ടാകുന്നതാണ്, പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്നതാണ്. ടേക്കിംഗ് ഷെൽട്ടർ. The answers are within. Wow, beautiful. സ്റ്റാർട്ട് ചെയ്തത് the answers you need are coming. നിങ്ങൾ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ ഉത്തരം, ആൻസേഴ്സ് അതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. ഓക്കെ, കാരണം നിങ്ങളുടെ എഫേർട്ടിനാണ് നിങ്ങൾക്ക് റിവാർഡ് ലഭിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് ആ ഒരു എനർജി റിട്ടേൺ ആയിട്ട് വരുന്നത്. അപ്പോൾ എല്ലാം നിങ്ങളുടെ കയ്യിലാണുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള, പോസിറ്റീവായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എത്ര ലേറ്റ് ആയാലും അതിൻ്റെ റിസൾട്ട്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ വന്നിട്ട് ഞാൻ 3 കാർഡ്സ് ഓൾറെഡി എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ആണ്. ഓക്കെ, ഈ 3 കാർഡ്സ് ആണുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഇവിടെ ജേണിയാണ് കാണിക്കുന്നത്. വാവ്, ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നോ, യാത്ര. സെക്കൻഡ് വന്നിട്ട് ഗോ ഔട്ട്സൈഡ്. തേർഡ് വന്നിട്ട് ഫെയറി സ്പോട്ടിങ്. ജേണി വന്നിട്ട് കുറച്ച് പേർക്ക് യാത്രയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് പാസ്പോർട്ട് റിന്യൂ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അത് പോസിബിൾ ആകുന്നതാണ്, വിസ അപ്രൂവ് ആകുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. ഓക്കെ, അവിടെ ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ജേണി, ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ റെഡി ആകുന്നുണ്ടാകാം. അതുപോലെ തന്നെ റാബിറ്റ് വന്നിട്ട് അബണ്ടൻസിൻ്റെ എനർജിയാണ്. ഓക്കെ, പൊട്ടൻഷ്യലാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഒത്തിരി ആ ഒരു ജേണി കൊണ്ടിട്ട്, ആ ഒരു യാത്ര കൊണ്ടിട്ട് ഒത്തിരി
അബണ്ടൻസ്, ഒത്തിരി സമ്പൽ സമൃദ്ധി നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരാനായിട്ടും ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നതാണ്. മെയിനായിട്ട് ആ ഒരു ജേർണി നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ട് നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട്സ് കൊണ്ടുതരുന്നതാണ്. ഓക്കെ, സെക്കൻഡ് വൺ വന്നിട്ട് ഗോ ഔട്ട്സൈഡ് ആണ്. ഓക്കെ, ഇത് എഗെയിൻ വന്നിട്ട് ഒരു ന്യൂ ബിഗിനിങ്, ഒരു ന്യൂ സ്റ്റാർട്ടിൻ്റെ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേര് നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങാനായിട്ട്, എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ടപ്പ്, എന്തെങ്കിലുമൊക്കെ ന്യൂ ബിസിനസ്, കരിയറിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ, ഓക്കെ, ഒരു ഗ്രോത്ത്, അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു എനർജി കൊണ്ടുതരുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, ഭൂമി വാങ്ങുക, അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങുക, ഓക്കെ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ്ങും ആകാം. കുറച്ച് പേർക്ക് വന്നിട്ട് നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു എക്സ്പാൻഷനാണ്, പുതിയ രീതിയിൽ തിങ്ക് ചെയ്യുക, പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഓക്കെ, ആ ഒരു എനർജിയാണ് കാണുന്നത്. തേർഡ് ബ്ലെസ്സിങ് വന്നിട്ട് ഫെയറി സ്പോട്ടിംഗ് ആണ്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട്, ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്, സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് കുറച്ച് പേർക്ക് കരിയറിലായിരിക്കാം, കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പിലായിരിക്കാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള സോൾമേറ്റിനെ മനസ്സിലാക്കാനായിട്ട്, കറക്റ്റായിട്ടുള്ള പാർട്ട്ണർഷിപ്പിൽ ചേരാനായിട്ട്, ഓക്കെ, കറക്റ്റ് ഓപ്പർച്യൂണിറ്റീസ്, കറക്റ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ മനസ്സിലാക്കാനായിട്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലെസ്സിങ്സ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതാണ്. കുറച്ച് പേർക്ക് വന്നിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു മാജിക്കലായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാകാം. പാസ്റ്റിൽ നിങ്ങൾ ഇത് നടക്കുമോ, ഇങ്ങനെ സംഭവിക്കുമോ, ഓക്കെ, അങ്ങനെയൊക്കെ ഡൗട്ട് ചെയ്തിരുന്ന പല കാര്യങ്ങൾക്കും ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു ആൻസർ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട്സ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങൾ നെഗറ്റീവാണെന്ന് കരുതിയ കാര്യം അത് പോസിറ്റീവായിട്ട് ചേഞ്ച് ആകുന്നതായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് ന്യൂ മൂൺ ഇൻ പൈസീസ് ആണ് വന്നേക്കുന്നത്. മെഡിറ്റേറ്റ് ആൻഡ് കണ്ടംപ്ലേറ്റ്. ഓക്കെ, ഇതിൻ്റെ താഴെ ഞാൻ 3 കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിത് ലാസ്റ്റ് നോക്കാം. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള കാർഡ്സും കൂടെ എടുക്കാം. താങ്ക് യു. പായൽ നമ്പർ 2. താങ്ക് യു. താങ്ക് യു. Have faith in your dreams. A win-win outcome is forecast. Work through your fears. ബാക്കിൽ വന്നിട്ട് ഡോണ്ട് ലെറ്റ് പ്രൈഡ് ഗെറ്റ് ഇൻ യുവർ വേ. ഫുൾ മൂൺ ഇൻ ലിയോ ആണ് വന്നിരിക്കുന്നത്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ട്, നിങ്ങളുടെ പാർട്ട്ണറായിട്ട്, ഓക്കെ, ലവ് റിലേഷൻഷിപ്സിൽ, വ്യക്തിബന്ധങ്ങളിലുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം. അവിടെ കുറച്ചും കൂടെ നിങ്ങളുടെ ലൈഫിലൊരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒരു മെഡിറ്റേറ്റീവ് മൈൻഡിൽ, കുറച്ചും കൂടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള മൈൻഡിലോട്ട് വരാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്കുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ നടന്ന സംഭവങ്ങൾ, അതിനെക്കുറിച്ചിട്ട് ഒരു കണ്ടംപ്ലേഷൻ നടത്താനായിട്ട്, അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. എവിടെയാണ് എനിക്ക് പാളിച്ചകൾ സംഭവിച്ചത്, എവിടെയാണ് ബാലൻസ് കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യാം. ഓക്കെ, ആ ഒരു എനർജിയിൽ കുറച്ച് പേരോട് വർക്ക് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ വാക്സിംഗ് ക്രെസൻറ്റ് വന്നിട്ട് ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ ഡ്രീംസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളൊരു സ്റ്റക്ക് സിറ്റുവേഷനിൽ കുറച്ച് പേര് ഇരിക്കുന്നുണ്ടാകാം, നിങ്ങൾക്ക് ആക്ഷൻസ് എടുക്കാൻ സാധിക്കുന്നില്ല, ടൈഡപ്പായിട്ട് കുറച്ച് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജിയിൽ കുറച്ചും കൂടെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കുറച്ചും കൂടെ ഫെയ്ത്തിൻ്റെ എനർജി, കുറച്ചും കൂടെ വിശ്വാസത്തിൻ്റെ എനർജി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഡ്രീംസിനെ കുറിച്ചിട്ട്, നിങ്ങളുടെ ആഗ്രഹങ്ങളെ കുറിച്ചിട്ട് കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ കുറച്ചും കൂടെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. വിൻ വിൻ ഔട്ട്കം വന്നിട്ട് ഒരു ബാലൻസ് ആണ്. ഓക്കെ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്, പ്രാക്ടിക്കലായിട്ടുള്ള അപ്രോച്ച് നിങ്ങൾ സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ കടുംപിടുത്തം, എന്തെങ്കിലും ഒരു സ്ട്രോങ് എനർജി
ഇരിക്കുന്നുണ്ടാകാം, വിട്ടുകൊടുക്കാൻ പറ്റാത്ത ഒരു എനർജിയിൽ ഇരിക്കുന്നുണ്ടാകാം. അപ്പോൾ അത് ആ ഒരു പാറ്റേണിൽ കുറച്ച് പേരോട് വർക്ക് ചെയ്യാനായിട്ടും ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് എല്ലാവർക്കും പോസിറ്റീവായിട്ട് വരുന്ന ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട്, തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫിയേഴ്സ് ഉണ്ടാകും, എന്തെങ്കിലുമൊക്കെ പേടി നിങ്ങളുടെ ഉള്ളിലുണ്ടാകും. അതായിരിക്കാം നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് പുതിയതായിട്ട് ചിന്തിക്കാനായിട്ട്, പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറപ്പെടാനായിട്ട് കുറച്ച് പേർക്ക് പേടിയുള്ളത്. അപ്പോൾ ആ ഒരു എനർജിയിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറേ നിങ്ങളുടെ ലൈഫിൽ ഷിഫ്റ്റ്, ചേഞ്ചസ്, കുറച്ചും കൂടെ സ്പേസ് കൊണ്ടുവരാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ വന്നിട്ട് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് കുറച്ച് സ്റ്റക്കായിട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ്. ആ പേടി, ഭയം, അതിൽ നിന്നെല്ലാം നീങ്ങി നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു കാര്യങ്ങളെ കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട്, കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു തേർഡ് പേഴ്സൻ്റെ വ്യൂവിൽ നിന്നിട്ട് നിങ്ങൾ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ചിട്ട്. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ ഒരു ക്ലാരിറ്റി, വ്യക്തത നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നതാണ്. നമുക്ക് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാം. താങ്ക് യു. Pile number 2. Gates of triumph, success expands in your life. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറച്ചും കൂടെ ശാന്തമായിട്ട് ചിന്തിച്ച് കഴിയുമ്പോൾ, കുറച്ചും കൂടെ മെഡിറ്റേറ്റീവ് എനർജിയിൽ ഇരുന്ന് കഴിയുമ്പോൾ ഒത്തിരി അവസരങ്ങൾ, ഒത്തിരി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ചിന്തയിൽ കൂടെ ആയിരിക്കാം. നിങ്ങൾ കുറച്ചും കൂടെ ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്തിരിക്കുമ്പോൾ പുതിയ പുതിയ ഐഡിയാസ്, പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവ്, അതെല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതാണ്. അത് നിങ്ങളുടെ ലൈഫ് തന്നെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട്, സക്സസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ട്രാവലിംഗ് ലൈറ്റ്ലി, സിംപ്ലിഫൈ യുവർ ലൈഫ്. ഇത് അഗെയിൻ വന്നിട്ട് ലെറ്റ് ഗോയുടെ എനർജിയാണ്. നിങ്ങളെ സ്റ്റക്കായിട്ട് നിർത്തുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടുള്ള സമയത്ത് നിങ്ങൾക്കൊരു ബ്ലോക്കേജ് ആണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് അഗെയിൻ വന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ചിന്തകളായിരിക്കാം, നിങ്ങളുടെ ഡ്രീംസിനെ കുറിച്ചിട്ട് നിങ്ങൾ തന്നെ കൊണ്ടുവരുന്ന എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അത് ലെറ്റ് ഗോ ചെയ്യുക, കുറച്ചുകൂടെ പോസിറ്റീവായിട്ടിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള ഡയറക്ഷനിൽ, കറക്റ്റായിട്ടുള്ള പാത്തിൽ കൂടെ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെ യൂണിവേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കണ്ടോ, ഈ ഒരു വ്യക്തി വന്നിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയിട്ട് ആ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് റെഡിയാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ ഒത്തിരി സക്സസ്, ഒത്തിരി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് അച്ചീവ് ചെയ്യാനായിട്ട് ലെറ്റ് ഗോ ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ വേണ്ടാത്ത കാര്യങ്ങൾ. പാഷൻ ആൻഡ് പ്ലഷർ, സേവർ യുവർ ലൈഫ്. ഇത് അഗെയിൻ വന്നിട്ട് ഒരു ബാലൻസിൻ്റെ എനർജിയാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എന്താണോ പാഷൻ ഉള്ളത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അതെല്ലാം നിങ്ങൾ ആസ്വദിക്കാനായിട്ട്, എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പക്ഷേ ഒരു ബാലൻസിൻ്റെ ആ ഒരു എനർജിയിൽ കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഓവറായിട്ട് ഏത് സ്പേസിലാണോ എനർജി കൊടുക്കുന്നത്, ഓക്കെ, ആ ഒരു എനർജിയിൽ കുറച്ചും കൂടെ ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഓവറായിട്ട് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം, അവിടെ നിങ്ങൾ എനർജി കൊടുക്കുന്നുണ്ടാകാം. പക്ഷേ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള ടൈം, നിങ്ങളുടെ വെക്കേഷൻ ടൈം, അതൊന്നും എൻജോയ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകില്ല. ഓക്കെ, അപ്പോൾ ലൈഫിലെ എല്ലാ വശങ്ങളും നിങ്ങൾ ഒരേപോലെ എൻജോയ് ചെയ്യാനായിട്ട്, എല്ലാ കാര്യങ്ങൾക്കും ഈക്വലായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇവിടെ വന്നിട്ട് എംബ്രേസിങ് എന്തൂസിയാസം, ഷൗട്ട് ടു ദ ഹെവൻസ് വിത്ത് ഹാപ്പിനെസ്. ഇത് ഒരു ഫ്രീഡത്തിൻ്റെ എനർജിയാണ്, ഒരു മാറ്റത്തിൻ്റെ, ട്രാൻസ്ഫോർമേഷൻ്റെ എനർജിയാണ്. നിങ്ങളുടെ മനസ്സിലുള്ള പേടി, ഭയം അതെല്ലാം നീങ്ങിക്കഴിയുമ്പോൾ, അതെല്ലാം മാറിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങളെ ഓവറായിട്ട് അറ്റ് പ്രസൻറ്റ് ഡൗട്ട് ചെയ്യുന്നുണ്ടാകാം, നിങ്ങളെ തന്നെ നിങ്ങൾ സംശയിക്കുന്നുണ്ടാകാം, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ പൊട്ടൻഷ്യൽ. ഓക്കെ, അത് എന്തുകൊണ്ടിട്ടാണ്? നിങ്ങളുടെ ഉള്ളിൽ ഭയം ഉള്ളതുകൊണ്ടിട്ടാണ്, പേടിയുള്ളത് കൊണ്ടിട്ടാണ്. അത് നിങ്ങൾ മാറ്റിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് കൊണ്ടുവരാനായിട്ട്, നിങ്ങളെ തന്നെ ഒരു ഡിഫറെൻറ്റ് ലൈറ്റിൽ നിങ്ങൾക്ക് വീക്ഷിക്കാനായിട്ട് ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ന്യൂ ബിഗിനിങ്സ് കൊണ്ടുവരാനായിട്ടുള്ള ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. ഓക്കെ, ആ ഒരു എനർജിയും ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളുടെ
ബ്ലെസ്സിങ്സ് ആണ്. ഇവിടെ വന്നിട്ട് 3 കാർഡ്സ് ആണുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഏത് ബ്ലെസ്സിങ് ആണ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, വിഷ് വൈസ്ലി, സ്റ്റാർ ഗേസിംഗ്, പ്രഷ്യസ് ടൈം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് വിഷ് വൈസ്ലി ആണ്. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട്, ആക്ഷൻസ് എടുക്കാനായിട്ട് കുറച്ച് പേര് ഇവിടെ റെഡിയാകുന്നതാണ്. അങ്ങനെ റെഡിയാകുന്നുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി ബ്ലെസ്സിങ്സ്, ഒത്തിരി അബണ്ടൻസ് ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ എനർജിയാണ്. ഓക്കെ, ഈ ഒരു സമയം വളരെ പവർഫുള്ളായിട്ടുള്ള എനർജിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിഷസ് നിങ്ങൾ വൈസായിട്ട് യൂസ് ചെയ്യാനായിട്ട്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ചിലപ്പോൾ മനസ്സുകൊണ്ടിട്ട് എന്ത് നിങ്ങൾ പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ ഈ ഒരു സമയത്ത് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഉന്നമനം, നിങ്ങൾക്ക് ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട്, സ്പിരിച്വലി ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ സ്റ്റാർ ഗേസിങ് വന്നിട്ടുണ്ട്. ഇത് വന്നിട്ട് ഒരു ഹീലിങ്ങിൻ്റെ എനർജിയാണ്. സ്റ്റാർ കാർഡ് നമുക്കറിയാം, ട്രഡീഷണൽ ടാറോട്ടിൽ വന്നിട്ട് ഹീലിംഗ് ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലുള്ള എന്തെങ്കിലും ഒരു പേഴ്സണൽ ഇഷ്യൂവിൽ നിങ്ങൾക്കൊരു ഹീലിംഗ് ഈ ഒരു സമയത്ത് ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട്, ഈ ഒരു പെൺകുട്ടി വന്നിട്ട് ഈ ഒരു മൂൺ എനർജിയിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന, അഗെയിൻ ഫുൾ മൂൺ ആണ് കാണിക്കുന്നത്. റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ലൈഫിനെ കുറിച്ചിട്ട് ചിന്തിക്കുക. എവിടെയാണ് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത്, എവിടെയാണ് ഞാൻ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടത്, അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ആ ഒരു നിങ്ങൾക്ക് കിട്ടുന്ന ആൻസേഴ്സിനൊത്തിട്ട് നിങ്ങളുടെ എനർജി ചേഞ്ച് ചെയ്യാനായിട്ട്, ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കുറച്ച് പേര് ഇവിടെ ശ്രമിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ്സ്, ആൻസേഴ്സ്, നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത്, നിങ്ങളുടെ സിറ്റുവേഷനുള്ള ഉത്തരങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് കടന്നു വരുന്നതാണ്. ഓക്കെ, അതും നിങ്ങളെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കറക്റ്റായിട്ടുള്ള ചോയ്സസ് എടുക്കാൻ വേണ്ടിയിട്ട്, കറക്റ്റായിട്ടുള്ള പാതകൾ, കറക്റ്റായിട്ടുള്ള ഡയറക്ഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ പാസ്റ്റിൽ നിങ്ങളുടെ ഫോക്കസ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഫോക്കസ് തിരിച്ചു കൊണ്ടുവരാനായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സാധിക്കുന്നതാണ്. ഓക്കെ, ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതാണ്. ഇത് വന്നിട്ട് പ്രഷ്യസ് ടൈമാണ് വന്നേക്കുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട സമയം പോസിറ്റീവായിട്ട് വിനിയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സാധിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങൾ നല്ല നല്ല ബുക്സ് വാങ്ങാനായിട്ട്, നിങ്ങൾക്ക് നോളേജ് നൽകുന്ന കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് മാരേജ് ആയിരിക്കാം, കുറച്ച് പേർക്ക് കുട്ടികളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഓക്കെ, കലണ്ടർ എനിക്കിവിടെ ഫോക്കസിൽ വരുന്നുണ്ട്. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീയതികൾ ഈ ഒരു സമയത്തുണ്ടാകാം. അത് കുറച്ച് പേർക്ക് എൻജോയ് ചെയ്യാനായിട്ട്, അവിടെ സന്തോഷം കണ്ടെത്താനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അറിവ് നേടാനായിട്ട്, വിസ്ഡം കൊണ്ടുവരാനായിട്ട്, അവിടെ ശോഭിക്കാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മ്യൂസിക്, ഡാൻസ്, ഓക്കെ, ആർട്സായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ശോഭിക്കാനായിട്ട് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ഡിവൈൻ ടൈമാണ്, ഈശ്വരൻ്റെ സമയം. നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടാകാം. ആ ഒരു ഡിവൈൻ ടൈം ഇപ്പോൾ സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ന്യൂ ബിഗിനിങ് ആണ്. മണി ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ബ്ലെസ്സിങ്സ് കൊണ്ടുവരാനായിട്ടുള്ള ആ ഒരു ടൈമും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഓൾറെഡി ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നിട്ട് നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ക്ലീനിങ്ങിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ വേണ്ടാത്ത കാര്യങ്ങൾ, ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഫിസിക്കൽ സ്പേസിലായിരിക്കാം, നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ വീട്ടിൽ കുറച്ചും കൂടെ അടുക്കും ചിട്ടയും കൊണ്ടുവരാനായിട്ട്, വേണ്ടാത്ത കാര്യങ്ങൾ കളയാനായിട്ട്. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേടായി കിടക്കുന്നുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ നിങ്ങളുടെ ലൈഫിൽ കുറച്ചും കൂടെ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് സാധിക്കുന്നുണ്ടാകാം.
കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ഹീലിംഗ് ആണ്, റിലേഷൻഷിപ്പ് ഹീലിംഗ് ആയിരിക്കാം. കുറച്ചും കൂടെ നിങ്ങളുടെ എനർജിയിൽ ഫോക്കസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, ആ ഒരു ബ്ലെസ്സിങ്ങും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പൈൽ 2 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 3, വെൽക്കം ടു യുവർ റീഡിംഗ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് എ ടൈം ഫോർ ഹീലിംഗ് ആണ്. ഇവിടെ 3 കാർഡ്സ് ഉണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് എടുക്കാം. ഓക്കെ, ബാക്കിയുള്ള കാർഡ്സും കൂടെ നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 3. താങ്ക് യു. Confidence is your key to success. Prosperity lies ahead. Expect powerful change. Okay. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ ഹീലിംഗ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. നിങ്ങൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുക. എവിടെയാണ് എനിക്ക് കുറച്ചും കൂടെ ഹീലിംഗ് കൊണ്ടുവരേണ്ടത്, എന്ത് കാര്യങ്ങളാണ് ലെറ്റ് ഗോ ചെയ്യേണ്ടത്. ഇത് കുറച്ച് പേർക്ക് നിങ്ങളുടെ തിങ്കിങ് പ്രോസസ്സായിരിക്കാം, നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലായിരിക്കാം, നിങ്ങൾ കാര്യങ്ങളെ എടുക്കുന്ന രീതിയിലായിരിക്കാം. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലായിരിക്കാം, നിങ്ങൾ കഴിക്കുന്ന കാര്യങ്ങളിലായിരിക്കാം, എന്ത് വേണമെങ്കിലും ആകാം. എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ റിലീസ് ചെയ്യേണ്ടത്. കുറച്ച് പേർക്ക് വന്നിട്ട് ഇത് റിലേഷൻഷിപ്പ് ഹീലിങ്ങും ആകാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ലൈഫിൽ എവിടെയാണ് ഹീലിംഗ് വേണ്ടത്. അതനുസരിച്ചിട്ട് ആക്ഷൻസ് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സ്, ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് ക്ലാരിഫൈ ചെയ്യാം ഈ കാർഡ്സ്. താങ്ക് യു. പൈൽ നമ്പർ 3. Vast vistas, expand your horizon. Unknown territory, uncovering treasure, narrow pathway. ഓക്കെ, ബാക്കിൽ വന്നിട്ട് ബിഗിൻ നൗ ആണ് വന്നേക്കുന്നത്. ടേക്ക് യുവർ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ നിങ്ങളോട് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. കുറച്ച് പേർക്ക് കറക്റ്റായിട്ടുള്ള പാത്ത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏത് ഡയറക്ഷനിൽ ഞാൻ പോകണം, ഡിസിഷൻ മേക്കിംഗ് ആണ്. അപ്പോൾ അതിലൊരു ഉറച്ച തീരുമാനം, ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ മണി ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് നേട്ടം നൽകുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കാനായിട്ടായിരിക്കാം. ഓക്കെ, ആ ഒരു എനർജിയാണ്. ഇവിടെ പ്രോസ്പെറിറ്റി ലൈസ് എഹെഡും വന്നിട്ടുണ്ട്. നിങ്ങളുടെ മണി ഫിനാൻസ്, സമ്പാദ്യം, ആൻസിസ്ട്രൽ മണി ആയിരിക്കാം, പാരമ്പര്യമായിട്ട് കിട്ടിയ കാര്യങ്ങളായിരിക്കാം. അതെല്ലാം കുറച്ചും കൂടെ നിങ്ങൾ ഭംഗിയായിട്ട് ബാലൻസ്ഡ് ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇവിടെ വന്നിട്ട് എക്സ്പാൻഡ് യുവർ ഹൊറൈസൺ ആണ്. ഈ ഒരു വ്യക്തി വന്നിട്ട് ഈ ഒരു ബോക്സിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുറച്ചും കൂടെ ഇത് ചിലപ്പോൾ നിങ്ങളുടെ തന്നെ തോട്ട് പ്രോസസ്സ് ആയിരിക്കാം, നിങ്ങളുടെ ആൻസിസ്ട്രൽ പാറ്റേൺസ് ആയിരിക്കാം, നിങ്ങൾ പഠിച്ച കാര്യങ്ങളായിരിക്കാം, സൊസൈറ്റിയിൽ നിന്നിട്ട്, ഫാമിലിയിൽ നിന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ കണക്കുകൂട്ടുകളായിരിക്കാം. ഓക്കെ, അവിടെ നിന്നിട്ട് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് ഔട്ട് ഓഫ് ബോക്സിൽ നിന്ന് തിങ്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് എങ്ങനെ ഹീലിംഗ് കൊണ്ടുവരണം, എന്തെല്ലാം ലെറ്റ് ഗോ ചെയ്യണം, അതിനെക്കുറിച്ചിട്ടൊരു വ്യക്തത, ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലഭിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് യു ആർ എക്സാക്ട്ലി വേർ യു നീഡ് ടു ബി. അൺനോൺ ടെറിട്ടറിയാണ് വന്നേക്കുന്നത്. കുറച്ച് പേരോട് പറയുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാ ആൻസേഴ്സും അറ്റ് പ്രസൻറ്റ് ലഭിക്കത്തില്ല. കുറച്ച് പേര് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നുണ്ടാകാം. ഇനി മുന്നോട്ട് എന്താണ്, ഞാൻ ഈ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ എനിക്ക് എന്താണ് ലഭിക്കുന്നത്, എൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും, അങ്ങനെ ഒത്തിരി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങളുടെ കോൺഫിഡൻസിൽ വർക്ക് ചെയ്യാനായിട്ടാണ് പറയുന്നത്. കുറച്ചും കൂടെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി എക്സ്പാൻഷൻ, ഒത്തിരി സക്സസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്.
അതുപോലെ തന്നെ കുറച്ച് പേരോട് പറയുന്നുണ്ട് നിങ്ങൾ കറക്റ്റ് പാത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, യു ആർ എക്സാക്ട്ലി വേർ യു നീഡ് ടു ബി. എവിടെയാണോ നിങ്ങൾ എത്തിച്ചേരേണ്ടത് ആ ഒരു പാത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കുറച്ചുകൂടെ കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് കിട്ടുന്ന ഇൻറ്റ്യൂഷൻ, നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് ട്രസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇവിടെ വന്നിട്ട് പ്രോസ്പെറിറ്റി ലൈസ് എ ഹെഡ്, ബിനീത്ത് ദ സർഫസ് ലൈസ് ഗ്രേറ്റ് ബൗണ്ടിയാണ് വന്നേക്കുന്നത്. കുറച്ച് പേരോട് ഇവിടെ വന്നിട്ട് മണി, ഫിനാൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ വർത്തിനെ, മൂല്യത്തെക്കുറിച്ചിട്ടുള്ള എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ സത്യം, നിങ്ങളുടെ ട്രൂത്ത് നിങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട്, ഡിസ്കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ മൂല്യം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ എത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, എത്രയും ലൈഫിൽ എന്തെല്ലാം ബ്ലെസ്സിങ്സ് ഉണ്ട്, നിങ്ങൾക്ക് എന്തെല്ലാം അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും, ആ കാര്യങ്ങളെല്ലാം, ആ സത്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രൂത്തായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ സത്യം, നിങ്ങളുടെ ട്രൂത്ത്, ഇത് കുറച്ച് പേർക്ക് നിങ്ങളുടെ പാഷൻ ആയിരിക്കാം, നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ ഉള്ളിലുള്ള എന്തെങ്കിലുമൊക്കെ കഴിവുകളായിരിക്കാം. അതായിട്ട് കണക്ട് ചെയ്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ പ്രോസ്പെറിറ്റി കൊണ്ടുവരാനായിട്ട്, അബണ്ടൻസ് കൊണ്ടുവരാനായിട്ടുള്ളൊരു പാത്ത് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങളെ മനസ്സിലാക്കാനായിട്ട്, നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ ചുറ്റുപാടുകൾ കുറച്ചും കൂടെ നിങ്ങൾ സത്യസന്ധമായിട്ട് വീക്ഷിക്കാനായിട്ട്, റിയാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട്, മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. ത്രെഡ് തറോളി വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ പാത്തിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് ഇത് വന്നിട്ട് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ആണ്. 3 കാർഡ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 3 കാർഡ്സിൽ നിന്നിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വന്നിട്ട് ലൈറ്റ് ആണ്, ദ ഫെയറി ക്യൂൻ ഓഫ് ലൈറ്റ്. ഓക്കെ, സെക്കൻഡ് വന്നിട്ട് നേച്ചേഴ്സ് സൈൻ ആണ്, കം ടുഗദർ. ഓക്കെ, ഈ 3 ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വരുന്നത്. ഫസ്റ്റ് വന്നിട്ട് വെളിച്ചമാണ്, ലൈറ്റാണ്, ക്ലാരിറ്റി, വ്യക്തതയാണ്. സത്യം മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന, ഹാപ്പിനെസ് നൽകുന്ന എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഈ ഒരു സമയത്ത് നടക്കുന്നതാണ്. ഓക്കെ, അതും നിങ്ങളെ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങളുടെ ലൈറ്റിൽ ഫോക്കസ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ നിങ്ങളുടെ വെളിച്ചം, നിങ്ങളുടെ സത്യം തുറന്നു പറയുന്ന എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ വരുന്നുണ്ടാകാം. നിങ്ങളുടെ വെളിച്ചം കൊണ്ടിട്ട് മറ്റുള്ളവരുടെ ലൈഫിൽ, അവരുടെ ലൈഫിലെ ഡാർക്ക്നെസ് നീക്കാനായിട്ട്, അവർക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നുണ്ടാകാം. ഓക്കെ, ഇവിടെ സെക്കൻഡ് വന്നിട്ട് നേച്ചേഴ്സ് സൈൻ ആണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ നേച്ചറായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. കുറച്ച് പേര് ഇതുവരെ കാണാത്ത എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ, എന്തെങ്കിലുമൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസ് വിസിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ബ്ലെസ്സിങ് ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടെ ഒരു ഫ്ലോയിൽ മുന്നോട്ട് പോകുന്നതായിട്ട്, കുറച്ച് പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്തിട്ട് കുറച്ചും കൂടെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് വിൻ്റർ ക്ലോത്ത്സ് മേടിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ് ലഭിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് ലാസ്റ്റ് ഡിസംബറിൽ, ക്രിസ്മസ് ടൈമിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ആഗ്രഹങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഈ ഒരു സമയത്ത് ബ്ലെസ്സിങ്ങിലോട്ട് വരുന്നതാണ്. ഓക്കെ, അവിടെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട്, ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് വാട്ടറായിട്ട് കണക്ട് ചെയ്തേക്കുന്ന എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ് ആയിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് ഷിപ്പിൽ യാത്ര ചെയ്യുക, വാട്ടറായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ, വാട്ടർ സ്പോർട്സ് ആയിരിക്കാം. അതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കുറച്ച് പേർക്ക് പോസിബിൾ ആകുന്നതാണ്. ഈ ഒരു കാർഡിൽ എനിക്കിവിടെ ബാക്ക്ഗ്രൗണ്ടിൽ സ്നോ, ഓക്കെ, സ്നോ മൗണ്ടൻസ്, എന്തെങ്കിലും എഗെയിൻ പ്രകൃതി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അവിടെ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ്, എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള മെസ്സേജസ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് സേഫ്റ്റിയുടെ മെസ്സേജ് ആയിരിക്കാം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ
നിങ്ങളുടെ ഫാമിലി മെമ്പറിനെ കുറിച്ചിട്ട്, നിങ്ങളുടെ പാർട്ട്ണറെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പേടി, ഭയം, അവർ സേഫ് ആണോ, പ്രൊട്ടക്റ്റഡ് ആണോ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പേടി മനസ്സിലുണ്ടെങ്കിൽ അവിടെ കുറച്ച് പേർക്ക് ഒരു ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. അവരിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ മെസ്സേജസ്, എന്തെങ്കിലുമൊക്കെ ന്യൂസ് ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ വന്നിട്ട് കം ടുഗദർ ആണ് വന്നേക്കുന്നത്. ഇത് വന്നിട്ട് കമ്മ്യൂണിറ്റിയുടെ എനർജിയാണ്. ചിലപ്പോൾ എല്ലാവരും ചേർന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, എന്തെങ്കിലുമൊക്കെ കുറച്ച് പേർക്ക് ഇത് സെലിബ്രേഷൻസ് ആയിരിക്കാം, മാരേജ് ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, എല്ലാവരും ചേർന്നിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു ടൈമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറച്ച് പേര് കുറേ നാളായിട്ട് എന്താ പറയുക, ഒരു ഗാർഡന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, കുറച്ച് പേര് ഫ്ലവർ ഗാർഡന് വേണ്ടിയിട്ട് എന്താ പറയുക ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് പോസിബിൾ ആകുന്നതാണ്. പുതിയ പുതിയ വെറൈറ്റീസ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ടീം വർക്കാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ടീമിൽ നിങ്ങൾക്ക് ഷൈൻ ചെയ്യാനായിട്ട്, കുറച്ച് പേർക്ക് ലീഡർഷിപ്പ് റോളിലോട്ട് ഉയരാനായിട്ട്, എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട്, എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ, ഏതെങ്കിലും ഒരു ടീമിനെ ലീഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കൺട്രോൾ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ചും കൂടെ ഒരു ഹീലിങ്ങും ഈ ഒരു സമയത്ത് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് എല്ലാ കാര്യങ്ങളും ഒത്തു വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാം ആ ഒരു ഡിവൈൻ ടൈമിൽ, എല്ലാം ആ ഒരു ഫ്ലോയിൽ മുന്നോട്ട് പോകുന്നതാണ്. ഓക്കെ, നമ്മൾ പറയില്ലേ, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണതിന് മുന്നേ ആദ്യം കുറേ തടസ്സങ്ങൾ വരും, പക്ഷേ മുന്നോട്ട് പോണ സമയത്ത് എല്ലാം ആ ഒരു കറക്റ്റ്, ആ ഒരു എന്താ പറയുക, ആ ഒരു ഓർഡറിൽ വന്ന് ചേരുന്നതാണ്. ആ ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ ഹൗസ് വാമിങ്ങിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പുതിയതായിട്ട് വീടൊക്കെ പണിയുന്നുണ്ടെങ്കിൽ അത് ഭംഗിയായിട്ട് പൂർത്തീകരിക്കാനായിട്ട്, ഓക്കെ, ഹൗസ് വാമിംഗ് ഒക്കെ നടത്താനായിട്ട് കുറച്ച് പേര് ഈ ഒരു സമയത്ത് ശ്രമിക്കുന്നുണ്ടാകാം. ആ ഒരു ബ്ലെസ്സിങ്ങും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്വീറ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കൂടുതലും എനിക്ക് ഫീൽ ചെയ്യുന്നത്. സ്വീറ്റ് റിസൾട്ട്സ്, ഓക്കെ, ഒത്തിരി സ്വീറ്റ്സ്, ഒത്തിരി ഹാപ്പിനെസ്, ഒത്തിരി ടീം വർക്ക്, എല്ലാവരും ചേർന്ന് ചെയ്യുന്ന ഒരു എനർജി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ 3 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.